സാൻഡിയുടെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ബുക്കും അതുപോലെ കുറച്ച് പേപ്പേഴ്സിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ ഒരു പൗച്ച് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ളത് ക്രയോൺസ് ഉണ്ട്, ക്രയോൺസ് അതുപോലെ ഒരു പെൻസിൽ, ഒരു ഫെവിസ്റ്റിക്ക്, പിന്നെ ഒരു കട്ടർ, ഒരു റബ്ബർ. ഇത്ര ഐറ്റംസ് അവർ ഒരു പൗച്ചിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നിട്ടുള്ള എനിക്ക് തോന്നുന്ന പൊതിയാനായിട്ടുള്ള പേപ്പറാണ് കേട്ടോ. ഇത് അവൻ പഠിക്കുന്നത് ഗോകുലം സ്കൂളിലാണ്, ശ്രീ ഗോകുലം സ്കൂളിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പറുകൾ ഏകദേശം ഒരു 10 വരും. അത് ഫ്രെയിം ഒരു സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ട് പൊതിയാനായിട്ട്. അതുപോലെ തന്നെ നെയിം സ്ലിപ്പുകൾ തന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. ഒരു 2 വെച്ചിട്ട് ഒരു നെയിം സ്ലിപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ബുക്കുകളാണ് കേട്ടോ. 4 ലൈൻ, അത് ഒരു 200 പേജിൻ്റെ വേറൊരു 4 ലൈൻ, പിന്നെ ഒരു 4 ലൈൻ. പിന്നെന്താ മഞ്ചാടിമാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്, മലയാളം തോന്നുന്നുണ്ട്. അതെ, മലയാളം. അതിൽ UKG അവൻ പഠിക്കുന്നത്. അപ്പോൾ മഞ്ചാടി മാല. പിന്നെ സ്കൂൾ ഡയറി കേട്ടോ, ഗോകുലത്തിൻ്റെ ഒരു സ്കൂൾ ഡയറി ഉണ്ട്. പിന്നെ UKG ഈ വർഷം മുതൽ ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹിന്ദി എങ്ങനെ ഞാനിത് പഠിപ്പിച്ചെടുക്കാവോ, ഇനി വീണ്ടും ഒന്നിന് തുടങ്ങണം. ഓക്കെ, ഹിന്ദി ഉണ്ട്. ഒക്കെയാണ് ബുക്കുകൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കവറിലാക്കിയിട്ട് വേറെ കുറച്ച് ബുക്കുകളും കൂടിയും തന്നിട്ടുണ്ട്. മാജിക് സീഡ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു ബുക്കുകളും കൂടിയും വേറെ തന്നിട്ടുണ്ട്. നോക്കട്ടെ. ഓക്കെ, മാജിക് സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് എന്ന് പറയുന്നത് ഇതാണ്, റിതം ആൻഡ് സ്റ്റോറീസ്. ചെറിയൊരു പാട്ടും കഥകളൊക്കെ ആയിട്ടുള്ള ഒരു ബുക്ക് കേട്ടോ, മാജിക് സ്റ്റോറീസ്. അതുപോലെ തന്നെ വേറെ ലേണിംഗ് ടു റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാജിക് സീഡ്സിൻ്റെ അടുത്തൊരു ബുക്കാണ്. മാത്സ് ആണ് വരുന്നത്. അതിൽ ന്യൂമറിക്സ് ആണ് മാത്സ്. അതിൽ എഡീഷൻ, ഡെലീഷൻ എല്ലാം ഉണ്ട്, ആഡിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്ന മാജിക് സീഡ്സിൻ്റെ തന്നെ ലിറ്ററസി, അതായത് കേഴ്സിംഗ് ലെറ്റർ ആണ്, ഇംഗ്ലീഷാണ് വരുന്നത്. ABCD അതിൻ്റെ റൈറ്റിംഗ് ലെറ്ററാണ് വരുന്നത്. പിന്നെ മാജിക് സീഡിൽ എഴുതിയിട്ട് ജനറൽ അവേഴ്സ്, അതായത് GK പോലത്തെ ബോഡി പാർട്സ്, സെൻസസ്, പിന്നെ റൂമിൻ ഹൗസ്, ആനിമൽസ്, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെയുള്ളൊരു മാജിക് സീഡിൻ്റെ ഒരു ബുക്ക്. പിന്നെ വരുന്നത് കളർ ക്രാഫ്റ്റ് കേട്ടോ, അതായത് കളർ ചെയ്യാനായിട്ടുള്ള ട്രയാങ്കിൾസ്, ഹോംസ്, പിന്നെ ഡ്രോ ആനിമൽസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കളർ ചെയ്യാനായിട്ടുള്ള ഒരു ബുക്കാണ്, ക്രാഫ്റ്റ് ബുക്ക്. പിന്നെ വരുന്നത് അവൻ്റെ വർക്ക്ഷീറ്റാണ്. അത് ഇംഗ്ലീഷും GKയും അതുപോലെ തന്നെ മാത്സൊക്കെ വരുന്ന വർക്ക്ഷീറ്റാണ് വരുന്നത്. പിന്നെ പ്ലേ ദ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബുക്കൊക്കെ ആക്കി ഞാൻ നോക്കട്ടെ. ഇതൊക്കെ പുതിയ പുതിയ ഐറ്റംസ് ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഹാപ്പി ഫാദേഴ്സ് ഡേ, അങ്ങനെ ഒരു സംഭവം, ഹാപ്പി ഫാദേഴ്സ് ഡേക്കുള്ളത്. പിന്നെ മേരി ക്രിസ്മസ്, പിന്നെ ഹാപ്പി ഗ്രാൻഡ് പാരൻസ് ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ചിൽഡ്രൻസ് ഡേ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ, ഹാപ്പി മദേഴ്സ് ഡേ. കുറേ ഓരോ ദിനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാർഡുകളാണ് കേട്ടോ. അതൊക്കെ അവർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മളൊന്നും പഠിക്കുമ്പോൾ എന്താല്ലേ ഇതൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഹൈ ഫ്രീക്വൻസി വേർഡ്സ്, അതൊരു വർക്ക്ഷീറ്റ് പോലെ തന്നിട്ടുണ്ട്. പിന്നെ കഥകൾ പോലത്തെയാണ് കേട്ടോ. അതിൽ പിക്ചർ കാണിച്ചിട്ടുള്ള കഥകളൊക്കെയാണ്, സ്റ്റോറീസുകൾ.
പിന്നെ മാജിക് സ്വീറ്റ്സിൻ്റെ തന്നെ വേറൊരു സംഭവം എന്നുള്ളത് ബനാന ഹണ്ട്. അതായത് നമ്മൾ ഈ വഴി ഇങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു റോൾ പ്ലേ പോലത്തെ സംഭവമാണ് തോന്നുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട്. ഇത് സ്റ്റാർട്ടിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയി അവസാനം ഫിനിഷിൽ എത്തുന്ന സംഭവമാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. ബനാന ഹണ്ട്, അതായത് കുരങ്ങന്മാർ. പിന്നെ മെയിൻ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് ഇത്. ഡെവലപ്ഡ് അപ്പുണ്ട് കേർണൽസ്, JK പോലത്തെ തന്നെ ഒരു സംഭവമാണ്. എന്താണെന്ന് എനിക്കും സെമസ്റ്റർ 1 എഴുതിയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം JKയും അതുപോലെ മാത്സും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് വരുന്നത്. അതിൽ തന്നെ സെക്കൻഡ് സെമസ്റ്റർ വേറെ കൂടിയും ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്രയധികം ബുക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. പിന്നെ എനിക്ക് ഈ കാർഡുകൾ വളരെ ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് കാർഡുകളാണ്. പിന്നെ ഒരെണ്ണം കൂടി ഞാൻ വിട്ടുപോയി. ഇതിൽ ഒരു ചെറിയൊരു ബക്കറ്റ് പോലെ, ഒരു കുട്ടി ബക്കറ്റ് പോലെ ആക്കിയിട്ട് അവരത് സംഭവം കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ അതെ, നല്ല മണമുണ്ട് കേട്ടോ സംഭവങ്ങൾ. അതായത് ക്ലേ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോഡലുകളാണ്. പല കളറിലുള്ള ക്ലേകളാണ്. യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, പിന്നെ റെഡ്. ഇത് വെച്ച് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസാണ്. എന്നിട്ട് ആന, പിന്നെ സ്റ്റാർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടിയാണ് കേട്ടോ. ഐറ്റംസ് ആണ് കേട്ടോ അവൻ്റെ ഇതിൽ നിന്ന്, ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബട്ടർഫ്ലൈ, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാറ്, അങ്ങനെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാ കുട്ടികളും പഠിച്ച് പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളാവുക. മടിക്ക് മാറ്റിക്കളഞ്ഞ് നന്നായി പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. അങ്ങനെ പഠിത്തം മാത്രമല്ല, അപ്പം മറ്റ് ആക്ടിവിറ്റീസുകളും ഇതുപോലെ തന്നെ കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ജൂൺ 1 നാളെ സ്കൂൾ തുറക്കാണ്. എല്ലാവരും മടി കൂടാതെ പോകണം കേട്ടോ. താങ്ക് യു.